ഹായ് ഫ്രണ്ട്സ്, LD Clerk 2017 ചോദിച്ച മാത്സിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 5² × 5⁴ × 5⁶ എക്സെട്ര × 5⁴n = 0.008 -30 ആയാൽ n-ന്റെ വില എത്ര? 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള ആദ്യം നോക്കാം. ഫസ്റ്റ് വണ്, ഇപ്പോൾ x⁴n എന്നുള്ള രീതിയിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആധാരം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയുക, ബേസ് എന്ന് പറയും. ഇനി എന്നിനെ പറയുന്നതാണ് കൃതി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ 10⁻² എന്ന് പറഞ്ഞാൽ 10നെ നമ്മൾ പറയുന്നതാണ് എന്താ, ബേസ് അല്ലെങ്കിൽ ആധാരം. ഓക്കെ, ബേസ് അല്ലെങ്കിൽ ആധാരം. ഇനി ഈ 2നെ പറയുന്നതാണ് എന്താ, പവർ അല്ലെങ്കിൽ കൃതി. ക്ലിയർ അല്ലേ? 10² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് 10² ആയിട്ട് നമ്മൾ ഷോർട്ടിൽ എഴുതുന്നത്. ഓക്കെ, ഷോർട്ടായിട്ട് എഴുതുന്നതാണ് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സിനെ ഷോർട്ടായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ കൃതംഗങ്ങൾ ഉപയോഗിക്കുന്നത്, എക്സ്പോണൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തേത് കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ്, ബേസ് സെയിം ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിലാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ബേസ് സെയിം ആണെങ്കിൽ പവർ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 2⁵ × 2⁴ എന്ന് വന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസ് സെയിം ആണ് അല്ലെ, ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. ബേസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ പവർ എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ റിസൾട്ട് എന്ത് കിട്ടും, 2�9 എന്ന് കിട്ടും. ഇവിടെ വേറൊരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. 3² × 3³ ഇവിടെയും ബേസ് 3 ആണ്. പവർ എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. 3⁵2 + 3 3⁵5 എന്ന് കിട്ടും. ഈ 2 ഐഡിയയും കയ്യിലുണ്ടല്ലോ. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. 2 + 4 + 6 + etc. + 2n എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പദങ്ങളാണുള്ളത്, n പദങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഈവൻ നമ്പേഴ്സ് അല്ലേ, ഇരട്ട സംഖ്യകളല്ലേ, 2, 4, 6 അതിൻ്റെ ഒരു സമ്മാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ, സമ്മ് കാണാൻ പറഞ്ഞാൽ ഫോർമുല എന്താണ്, n × n + 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തുടങ്ങാം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കിക്കേ, ആദ്യം തന്നിരിക്കുന്ന 5² × 5⁴ × 5⁶ എക്സെട്ര × 5⁴n = 0.008 (10⁻⁻30). ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സെയിം ആണ് അല്ലെ, പ്രോഡക്റ്റും കൂടെയാണല്ലോ ഇടയിൽ. അപ്പോൾ ബേസ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്, ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ആഡ് ചെയ്യാം. അപ്പോൾ പവർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ വരും നോക്കിക്കേ, ഒരു ബേസ് എഴുതിയാൽ മതി, ഒരു പ്രാവശ്യം 5 എഴുതിയാൽ മതി. 5 എഴുതിയിട്ട് ബാക്കി പവേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 + 4 + 6 etc. + 2n എന്ന് വരും. = 0.008 നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. 0.2 എന്ന് വന്നാൽ അതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ, ഭിന്നസംഖ്യയായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 2/10. ഇനി 0.02 ആണെങ്കിലോ 2/100. 0.002 ആണെങ്കിലോ 2/1000 ആണല്ലോ. 3 പ്ലേസസ് ഉണ്ടെങ്കിൽ 1000 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ 0.008ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 8/1000 എന്ന് എഴുതാമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം, 0.008നെ നമുക്ക് 8/1000 എന്ന് എഴുതാം. ഹോൾ റേസ് ടു എന്തുണ്ട്, -30. ഇനി നോക്കിക്കേ, 2 + 4 + 6 etc. + 2n എന്ന് പറയുമ്പോൾ n പദങ്ങളുടെ ഇരട്ട സംഖ്യകളാണ് തന്നിരിക്കുന്നത്, അവരുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാനുള്ള ഫോർമുല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എന്താണ്, n × n + 1 ആണ് വരുന്നതെന്ന്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ആരെ എഴുതാം, n × n + 1 എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ വരും, 5 അതുപോലെ എഴുതി 2 + 4 + 6 etc. + 2n പകരം n × n + 1 എന്ന് എഴുതി. = അടുത്ത നമുക്ക് എന്ത് മാറ്റം വരുത്താൻ നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് സൈൻ കിടക്കുന്നുണ്ട് അല്ലെ. പവറിൽ നെഗറ്റീവ് സൈൻ വന്നാൽ അത് പോസിറ്റീവ് ആക്കാനായിട്ട് ഒരു ഫ്രാക്ഷൻ ആണ് ബേസ് എങ്കിൽ, ഇവിടുത്തെ ബേസ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബേസ് ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ക്ലിയർ ആണോ? നോക്കിക്കേ, ഇവിടെ x/y ഹോൾ റേസ് ടു -n ആണെങ്കിൽ ഈ മൈനസ് കളയാനായിട്ട് അല്ലെങ്കിൽ മൈനസിനെ പോസിറ്റീവ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, x/y എന്നുള്ളത് y/x ആക്കി
മാറ്റിയാൽ മതി. അതിന് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2/5⁻³ എന്ന് വന്നാൽ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2/5 എന്നുള്ളതിനെ തിരിച്ചിടുക. അപ്പോൾ 5/2 പവർ എന്താവും? -3 എന്നുള്ളത് +3 ആയിട്ട് എഴുതുക. ഇനി 7/100⁻² ആണെങ്കിലോ 100/7 2 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഈ കേസിലാണെങ്കിൽ 8/1000 ആണ് (10⁻30). അപ്പോൾ 8/1000 തിരിച്ചിടുമ്പോൾ 1000 മുകളിലും വരും, 8 താഴെയും വരും. (⁻) എന്ത് കിട്ടും? -30 അല്ല, എന്ത് വരും? 30 മാറി -30 മാറി +30 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? +30 ആയി. ഇനി 1000/8 എന്ന് പറഞ്ഞാൽ 125 അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാം? അടുത്ത സ്റ്റെപ്പിൽ 5n × n+1 = 125 എന്തുണ്ട്? 30 ഉണ്ട് അല്ലേ? (30). അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, ഇവിടെ ഈക്വാലിറ്റി ആണ്. അപ്പോൾ ഈക്വാലിറ്റി ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബേസ് സെയിം ആയാൽ പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബേസ് 5ഉം അല്ലെ, ലെഫ്റ്റ് സൈഡിലെ ബേസ് 5 ആണ്, റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 125 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ബേസ് സെയിം ആക്കാനായിട്ട് ശ്രമിക്കുക. 5ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ 125ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5³ എന്ന് എഴുതാനായിട്ട് സാധിക്കും. കാരണം 5ൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര വരും? 25 എന്ന് കിട്ടും. വീണ്ടും 5ൽ ചെയ്യുമ്പോൾ 5. അപ്പൊ 5³ ആണ് 125 എന്ന് മനസ്സിലാക്കുക. 5³ അപ്പൊ 125ന് പകരം എന്ത് എഴുതാം? ലെഫ്റ്റ് സൈഡ് സെയിം തന്നെ, റൈറ്റ് സൈഡിൽ 125ന് പകരം 5³ എന്ന് കൊടുക്കുക, (30). ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വേറെ ഒന്നുമല്ല, x⁻m (n) എന്ന് വന്നാൽ പവർ തമ്മിൽ എന്ത് ചെയ്ത് കൊടുക്കാം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ബേസ് അതുപോലെ എഴുതിയിട്ട് പവർ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ 5:2 (3) എന്നാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും വരിക? 5 അതുപോലെ എഴുതുക, 2ഉം 3ഉം തമ്മിൽ എന്ത് ചെയ്ത് കൊടുക്കുക? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ആൻസർ 5:6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇപ്പൊ 7:3 (4) ആണെങ്കിൽ 7 എന്താണ്? 12 ആയിരിക്കും ആൻസർ. 3 × 4 12 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ മാറ്റാം? 5:3 × 30 എന്ത് ചെയ്യുക? 3ഉം 30ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5n × n+1 = 5:3 × 30 എന്ന് പറഞ്ഞാൽ 90 അല്ലേ? അപ്പോൾ =90 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ബേസ് സെയിം ആയി. ബേസ് സെയിം ആണെങ്കിൽ പവറും സെയിം ആണെന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ പവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ പവർ എന്ന് പറഞ്ഞാൽ n × n+1 ആണ്, റൈറ്റ് സൈഡിലെ പവർ എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പൊ നമുക്ക് റിസൾട്ട് എന്ത് എഴുതാം? n × n+1 = 90. സോ നമ്മുടെ ഓപ്ഷനിലോട്ട് തന്നെ പോവാം. നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടിയത് n × n+1 = 90 എന്നാണ്. ഇനി n-ന് ഇതിൽ ഏത് വാല്യൂ ഇട്ടാലാണ് ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവുന്നതെന്ന് നോക്കുക. ഇപ്പൊ n-ന് ആദ്യത്തെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. n-ന് 9 ഇട്ട് കൊടുത്തു. അപ്പൊ 9 × 9+1 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? അപ്പൊ 9 × 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 90 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഏതാണെന്ന് ഫിക്സ് ചെയ്യാം. ഓപ്ഷൻ എ 9 ആണെന്ന് ഫിക്സ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളും പ്രോപ്പർട്ടീസും ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.